അസ്സലാമു അലൈക്കും. നമ്മുടെ ഒരു യാത്രയിലാണ് ഞാനും നമ്മുടെ അസ്നാർച്ചാവും. അപ്പം യാത്രയിൽ ഒരു വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അസ്നാർച്ചാൻ്റെ നല്ലൊരു മനോഹരമായ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസ്നാർച്ച നല്ല റസൂലുള്ളാഹിന്റെ ഒരു മദ്ഹ് പാട്ട് പാടാൻ പോവുകയാണ്. അസ്നാർച്ച തുടങ്ങി. അസ്നാർച്ച പാടി. അകപ്പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാം ആരാധനക്കർഹന്നേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാം മാനവർക്കാകെയും നേർവഴി കാട്ടിയ മക്കത്തുതിച്ച ഹബീബുള്ളാം മങ്കകൾ കുത്തമിയാമീന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹു. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച് ഗാർദുഹർ ഗുഹയിൽ പ്രവേശിച്ചും അന്ത്യപ്രവാചകൻ നിദ്ര പ്രാപിച്ചും ചന്ദ്രാവതനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. അകപ്പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹന്നേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മുത്ത് റസൂലുള്ളാഹ് മടിയിൽ കിടക്കുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സംതൃപ്തരാകുന്നു. മൂർക്കമ്പാമ്പൊന്നുടൻ കാലിൽ കാടിക്കുന്നു. മിഴികൾ നിറഞ്ഞ അബൂബക്കർ പിടയുന്നു. നബിയെ ഉണർത്തിയില്ല സിദ്ദീഖിന്റെ വേദന തീരുന്നില്ല. അകപ്പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹന്നേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് പൊട്ടി ഒഴുകിയ കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്ന് നോക്കിയേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്ന്? എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവീനെന്നോട്. എൻ്റെ മനതാരിൽ വേദന തിങ്ങുന്ന്. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമനീർ പുരട്ടി നബി സിദ്ദീഖിന്റെ ഉഗ്രാവിസമിറങ്ങി. അകപ്പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹന്നേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മങ്കകൾ കുത്തമിയാം മാനവർക്കാകെയും നേർവഴി കാട്ടിയ മക്കത്തുതിച്ച ഹബീബുള്ളാം മങ്കകൾ കുത്തമിയാമീന ബീബി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അസ്നാജ് ഇത്ര മനോഹരമായിട്ട് ആ രീതി ഉണ്ടല്ലോ പണ്ടത്തെ അതേ രീതിയിൽ എടുത്തിട്ട് പാടണമെങ്കിൽ മാഷാ അല്ലാഹ്.